പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അന്നു വേണ്ട ആഹാരം എന്ന ഈ ശുശ്രൂഷയിലൂടെ അങ്ങയുടെ മക്കളായി ഞങ്ങളെ ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് മക്കൾക്കായി അന്നു വേണ്ട ആഹാരത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെ കൃപകളാലും സ്വർഗീയ സംരക്ഷണത്താലും സ്വർഗത്തിന്റെ ശക്തിയാലും നിറയ്ക്കുവാൻ തിരുമനസ്സായിക്കൊണ്ട് ഞങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും തിരു കുടുംബത്തിന്റെ സജീവ സാന്നിധ്യ സംരക്ഷണത്തില് അങ്ങയുടെ തിരുസ്ഥാനത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ലഭിക്കാൻ വേണ്ടി അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങളുടെ മക്കൾ യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും നമ്മുടെ മക്കളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മള് ഈ ഡെയിലി ബ്രെഡില് പ്രത്യേകം ധ്യാനിക്കുന്ന തിരുവചനം വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6ഉം 7ഉം തിരുവചനങ്ങൾ. ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവിൻ. അപ്പോൾ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഒരു വലിയ ഒരു ഉറപ്പ് തന്റെ മക്കൾക്ക് പൗലോസ് ശ്ലീഹായിലൂടെ ദൈവം തരികയാണ്. അതായത് ആകുലപ്പെടണ്ട, ഉത്കണ്ഠപ്പെടണ്ട, ഭയപ്പെടണ്ട. പിന്നെന്താ ചെയ്യണ്ടേ? നിങ്ങൾ യാചനകളുടെയും അപേക്ഷകളുടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെയും കർത്താവിന് മുമ്പിൽ സമർപ്പിക്കും മക്കളെ. അപ്പോൾ എന്താണ്? നമ്മുടെ പ്രതീക്ഷകളെ അതിലംഘിക്കുന്ന കർത്താവിന്റെ സമാധാനം ഇത് നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ മക്കൾ ഇന്ന് പലതിനെ കുറിച്ചും ആകുലപ്പെട്ട്, ഭയപ്പെട്ട്, നിരാശപ്പെട്ട്, പരാജയപ്പെടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങള് പ്രതിസന്ധികൾ വരുമ്പോ ആകെപ്പാട് ഡിപ്രഷനാണ്, സ്ട്രെസ് ആവുന്നു മക്കൾക്ക്. നമുക്ക് ഈ ഒരു വചനത്തിന്റെ അഭിഷേകത്തിന്റെ നിറവ് നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. അനേക മക്കള് കഴിഞ്ഞ ദിവസം ഒത്തിരി സംഭവങ്ങള്, ട്യൂഷൻ മാസ്റ്റർ ഒരു കൊച്ചിനെ തല്ലി വഴക്ക് പറഞ്ഞു. ആ കുഞ്ഞ് ഡിപ്രഷനായി പോയി, പരീക്ഷ തോറ്റു, ജീവിതം ആകപ്പാടെ പോയി, ഒയ്ക്ക് പാസ്സായില്ല, വിദേശത്ത് പോകാൻ പറ്റിയില്ല, ആരോ കളിയാക്കി, ഒറ്റപ്പെടുത്തി, എന്തോ ഒരു പരാജയം പറ്റി. നമുക്ക് മനുഷ്യരല്ലേ, തോൽക്കും, പരാജയപ്പെടും, ആളുകൾ കുറ്റം പറയും, പല പ്രതിസന്ധി വരും, പ്രതികൂലയിലാണ് ജീവിക്കാൻ പറ്റുമോ? ഈ സമയത്തൊക്കെ എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഉള്ള പ്രത്യാശ യാചനകളോടെ പ്രാർത്ഥനകളോടെ നന്ദി പറഞ്ഞു എന്തോരം കാര്യങ്ങൾക്ക് വേണ്ടിയ നന്ദി പറയാനുള്ള, അതിനെല്ലാം ഓർത്ത് അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രശ്നങ്ങള് പ്രതിസന്ധികൾ വരും. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഈ ഭൂമി ഇംപെർഫെക്റ്റ് ആണ്, ഈ ശരീരം ഇംപെർഫെക്റ്റ് ആണ്, മനുഷ്യരെല്ലാം ഇംപെർഫെക്റ്റാ. അതുകൊണ്ട് പ്രശ്നങ്ങൾ വരും, രോഗങ്ങൾ വരും, തകർച്ചകൾ വരും, തോൽവികൾ വരും, ഒത്തിരി എതിർപ്പുകൾ വരും. ചിലപ്പോ കളിയാക്കും, ഒറ്റപ്പെടുത്തും, നമ്മൾ ചെയ്താലും നമ്മളെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തും. ഇതൊക്കെ ഉണ്ടാവും. എന്തു വന്നാലും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒന്നിനെ കുറിച്ചും വചനം കേട്ടോ, ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെ യാചനയിലൂടെ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവിൻ. ദൈവസന്നിധിയിൽ സമർപ്പിക്കുക, വിശ്വാസത്തോടെ സമർപ്പിക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന, നമ്മുടെ പല ധാരണകളുണ്ട്, അതിനെല്ലാം അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ
നിറച്ച് യേശു ക്രിസ്തുവിൽ കാത്തു സംരക്ഷിക്കും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ വചനമാകുന്ന ബ്രെഡ് ആഹാരം നമ്മുടെ മക്കൾക്ക് ലഭിക്കട്ടെ. ഇത് നമ്മുടെ മക്കൾക്ക് മാത്രമൊന്നല്ല, നമുക്കും ആവശ്യമാണ്. നമ്മളും എന്തെല്ലാം ആകുലപ്പെട്ട് സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് കഴിയുന്നുണ്ട്. ഈ ഒരു വചനത്തിന്റെ അത്ഭുത ശക്തി നമുക്കും നമ്മുടെ മക്കൾക്കും ആഹാരമായി തീരട്ടെ. നമ്മുടെ മക്കൾക്ക് നമ്മുടെ ജീവിതങ്ങൾക്ക് സംഭവിക്കട്ടെ. അനേക മക്കള് കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ വരുമ്പോ എതിരിടണമെന്നേ, ഇതൊക്കെ കടന്നു പോകും. ഈ മഴയും തോർന്നു പോകും, ഈ കാറ്റും അടങ്ങും, നമുക്കറിയാലോ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ഉറച്ചു നിൽക്കുക, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. കർത്താവിന് സമാധാനം നമുക്ക് സുനിശ്ചിതമാണ് എന്ന് ഈ വചനത്തിലൂടെ നമുക്ക് ദൈവം പറഞ്ഞു തരുമ്പോ ഇതിന്റെ അഭിഷേകം പറയുന്ന അനേക മക്കള് എന്താ പറയാ, മാനസിക രോഗ ആശുപത്രി പോയി ഡിപ്രഷനിൽ പെട്ടു, മരുന്ന് കഴിക്കുന്നു. ചില മക്കളെങ്കിലും പഠനത്തിൽ തന്നെ വേണ്ടെന്ന് പറഞ്ഞ് തോറ്റ് പിൻവാങ്ങി. ചില മക്കള് ഡൈവോഴ്സായി. ചില മക്കളെങ്കിലും ഇതിനോടകം ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു. നോർത്തേക്ക് ഇന്ന് പല മക്കളും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നു. എന്തിന്? ഈ ആഹാരം, ഈ അപ്പം, ഈ വചനം സ്വീകരിച്ചുകൊണ്ട് കർത്താവിന്റെ മക്കൾ കർത്താവിൽ ശക്തി പ്രാപിക്കട്ടെ. ദൈവത്തിന്റെ സമാധാനം എല്ലാ മക്കളെയും നിറച്ച് അനുഗ്രഹിക്കണം. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരു അഭിഷേകം നൽകി ഞങ്ങളുടെ മക്കളെ ഈ സമാധാനത്തിൽ ഉറപ്പിക്കണമേ. പ്രശ്നം വരുമ്പോ, പ്രതിസന്ധി വരുമ്പോ തകർന്നു പോകാതെ കരുത്തോടെ പ്രാർത്ഥിച്ച് യാചിച്ച് നന്ദി പറഞ്ഞ് കർത്താവിന്റെ കൃപ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ദിവ്യകാര സന്നിധിയില് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്കും വേണ്ടി കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, ഞങ്ങൾ അങ്ങയുടെ മക്കളാണെന്നും അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെന്നും ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ടെന്നും ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്നും പറഞ്ഞ് തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ എപ്പോഴും ബലപ്പെടുത്തുന്നല്ലോ. ഇന്നത്തെ തിരുവചനത്തിലൂടെ അന്നു വേണ്ട ആഹാരത്തിന്റെ വചനത്തിൽ അങ്ങ് ഞങ്ങളോട് പറഞ്ഞില്ലേ, ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ട, അങ്ങയിൽ ഉറച്ച് വിശ്വസിച്ച് ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും നന്ദിയോടെ അങ്ങേ തിരുസ്ഥാനത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചാല് ഞങ്ങളുടെ അറിവിനെ അതിലംഘിക്കുന്ന അങ്ങയുടെ സമാധാനം ഞങ്ങൾക്ക് നൽകുമെന്ന് അങ്ങ് പറഞ്ഞില്ലേ. ഈശോയെ, ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയിലേക്ക് ഉയർത്തി, അങ്ങേ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ ഉയർത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് വലിയ വിശ്വാസം നൽകണമേ, അങ്ങയുടെ സമാധാനം നൽകണമേ, ആശ്വാസം നൽകണമേ, ബലം നൽകണമേ. അവരുടെ ഭയം, ഉത്കണ്ഠ, നിരാശ, ആകുലത കർത്താവേ അങ്ങെല്ലാം അറിയുന്നല്ലോ. ഞങ്ങളുടെ മക്കളിലേക്ക് അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ശക്തി നിറച്ചു കൊടുത്തുകൊണ്ട്, അങ്ങയുടെ ഇടപെടൽ അനുഭവവേദ്യമാക്കി കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സമാധാനം, അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. ഇതിനോടകം നിരാശപ്പെട്ടു പോയ മക്കള്, തോൽവിയിൽ വേദനിക്കുന്ന മക്കള്, ഒത്തിരി പ്രശ്നങ്ങളില്, ഒത്തിരി പ്രതിസന്ധികളില്, പ്രതികൂലങ്ങളില്, ഒറ്റപ്പെടുത്തലുകളില് അകപ്പാടെ തകർന്നു പോയ മക്കള്, ഡിപ്രഷനിലേക്ക് പോയ മക്കള്, മാനസിക രോഗാവസ്ഥയിലേക്ക് പോയ മക്കള്, ചിലപ്പോഴെങ്കിലും ഇപ്പോൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന മക്കള്, കർത്താവേ അങ്ങയിൽ കൂടുതൽ ശരണപ്പെട്ട് ആശ്രയിച്ച് അങ്ങയുടെ ശക്തി അനുഭവിക്കത്തക്ക വിധം എല്ലാ യാചനകളും പ്രാർത്ഥനകളും അങ്ങയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാനുള്ള കൃപ അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് പറഞ്ഞ പോലെ അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളുടെ കണക്ക് കൂട്ടലുകളെ അതിലംഘിക്കുന്ന അങ്ങയുടെ സമാധാനം, സ്വസ്ഥത, സൗഖ്യമായി, വിടുതലായി, വിജയമായി, ഒത്തിരിയേറെ കൃപകളായി, അനുഗ്രഹങ്ങളായി, സമാധാനമായി ഞങ്ങളുടെ മക്കളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ മക്കളെല്ലാവരെയും അങ്ങ് ഈ വചനത്തിന്റെ ശക്തിയാൽ നിറച്ച് അനുഗ്രഹിക്കണം. അതുപോലെ ഞങ്ങളുടെ മക്കൾ പ്രാർത്ഥിക്കട്ടെ, ഞങ്ങളുടെ മക്കൾ അങ്ങയിൽ ശരണപ്പെടട്ടെ. അങ്ങനെ ഞങ്ങളുടെ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ സമാധാനം അനുഭവവേദ്യമാക്കി കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഈ വിശ്വാസവും ഈ ഉറപ്പും നൽകി ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അറിവിനെ അതിലംഘിക്കുന്ന
ആ സമാധാനത്താൽ ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും നിറയട്ടെ. തിരുക്കുടുംബത്തിന്റെ ആ വലിയ ചൈതന്യം പ്രതിസന്ധി പ്രതികൂലങ്ങളൊക്കെ വന്നപ്പോ പതറാതെ നിരാശപ്പെടാതെ കർത്താവിൽ ഉറച്ചു നിന്ന് അഭിഷേകം ഞങ്ങളുടെ കുടുംബങ്ങൾക്കും കൃപയായിട്ട് മാറട്ടെ. എളിമയോടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി ദിവ്യാനുസരണതയില് തിരുക്കുടുംബത്തോട് ചേർന്ന് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ഈശോയേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.